ആവിയൊക്കെ പൊങ്ങി നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട്. ആവി വരുന്നത് കാണുന്നുണ്ടോ? ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മുടെ ദം പൊറോട്ട. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. വെജിറ്റേറിയൻസിന് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. വെജിറ്റേറിയൻസിന് ഏത് കറിയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന കറികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ദം പൊറോട്ട ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ബീഫ് മൊരിഞ്ഞതും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും രാവിലെ അധികം ആരും പൊറോട്ട കഴിക്കാറില്ല. അതുകൊണ്ട് വൈകിട്ട് ചായയുടെ സമയത്തോ ഇല്ലെങ്കിൽ ഡിന്നറിനോ ഉണ്ടാക്കി കഴിക്കായിരിക്കും കൂടുതൽ നല്ലത്. ഇളം ചൂടോടുകൂടി കഴിക്കുക. നല്ല ചൂടോടെ കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, വാ പൊള്ളിപ്പോകും. അതുകൊണ്ടാണ് ഇളം ചൂടോടെ കഴിക്കാന്ന് പറഞ്ഞത്. തണുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയൊക്കെ ഹാർഡായി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ദം പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സവോള ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കാണാം കേട്ടോ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ബീഫ് ഫ്രൈ വേണം. ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ മുട്ടക്കറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ മുട്ടക്കറിയോ ഏത് കറിയും എടുക്കാം. നോൺ വെജ് കറികളിൽ ഈ 3 കറികളിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇല്ലെങ്കിൽ മട്ടൻ കറി ആയാലും കുഴപ്പമില്ല, ഗ്രേവിയുള്ള കറി വേണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു 6 പൊറോട്ട എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ പൊറോട്ടയുടെ വീഡിയോ ഒക്കെ ചോദിക്കരുത്. നമ്മൾ 3 ടൈപ്പ് പൊറോട്ടയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ബീഫ് ഫ്രൈയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മുട്ടക്കറികളുടെ ഒരുപാട് കറികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബീഫ് റോസ്റ്റിൻ്റെയും ബീഫ് വരട്ടിയതിൻ്റെയും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ബീഫ് ഫ്രൈ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ബീഫ് വരട്ടിയതോ ബീഫ് റോസ്റ്റോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഞാൻ ബീഫ് ഫ്രൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴിവുള്ള ചട്ടിയിലും ചെയ്യാം, പരന്ന ചട്ടിയിലും ചെയ്യാം. ഞാനിപ്പോൾ പരന്ന ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ചട്ടിയിൽ തന്നെ ചെയ്യണം, അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. ചട്ടിയിൽ ചെയ്തില്ലെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. പിന്നെ നമ്മൾ ചട്ടിയിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കണം. ആ നെയ്യൊക്കെ തടവി കൊടുത്താലേ നമ്മുടെ ദം പൊറോട്ട കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് 1-2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർക്കില്ലേ, ഇത് 2 ടേബിൾ സ്പൂണൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് മതി. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടി എടുക്കാം. നമ്മളിപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ഉണങ്ങിയ ചട്ടി ആയിരിക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം ബിരിയാണി ദം ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത്ര നെയ്യ് വേണം എന്ന് ഞാൻ കൃത്യമായിട്ട് അളവ് പറയുന്നില്ല. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി ആദ്യം നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി അല്ലെങ്കിൽ ബീഫ് കറിയുടെയോ ചിക്കൻ കറിയുടെയോ ഏത് കറിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പൊറോട്ട ഞാനിപ്പോൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഈ പൊറോട്ട ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 പൊറോട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. 3 പൊറോട്ട വയ്ക്കണമെങ്കിൽ 3 പൊറോട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് വട്ടം കൂടുതലായിരിക്കണം. അപ്പോൾ ഞാനിതാ 2 പൊറോട്ട ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കുറച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സവോള വേണ്ട, കുറച്ച് സവോള മതി. ആ സവോളയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ പൊറോട്ടയിലേക്കൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻസിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചില്ലി ഗോബി ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഗ്രേവിയുള്ള ചില്ലി ഗോബി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2-3 റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തു എന്നുള്ള, ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനും കിട്ടുമല്ലോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. 2-3 പുതിനയില. വല്ലാതെ പുതിനയിലയുടെ ആ ഒരു കുത്തൽ വരാതിരിക്കാനാണ് നമ്മൾ 2-3 എണ്ണം ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ അവിടെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർന്നൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബീഫൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 2 പൊറോട്ട വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ടയൊക്കെ ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ മുട്ടയുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സവോള ഫ്രൈ ചെയ്തത്. ഈ ഫ്രൈ ചെയ്ത സവോള 2 എണ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 6 പൊറോട്ടയ്ക്ക് വേണ്ടി ഒരുവിധം വലിപ്പമുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബീഫ് ഫ്രൈ ഇട്ട് കൊടുക്കാം. ബീഫ് ഞാൻ ഏറ്റവും മുകളിലിടാനാണ് കൂടുതൽ വെച്ചിട്ടുള്ളത് കേട്ടോ. വീണ്ടും മല്ലിയില, അതുപോലെ തന്നെ പുതിനയിലയും. ഇതിനിടയിൽ ലെയറായിട്ട് മുട്ട വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ മുട്ട ലാസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇടയിൽ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇടയിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മുട്ട മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു ദം പൊറോട്ട ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പൊറോട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഇപ്പോൾ പൊറോട്ട വെച്ച് കൊടുക്കുന്നത്, കവറായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ മസാല മുഴുവൻ കവറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, പിന്നെ ഒരുപാട് മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ആകെ വാടി വരും. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മല്ലിയില ഇട്ട് കൊടുക്കാതെ കുറച്ച് മല്ലിയില ഇടാൻ പറഞ്ഞത്. നമ്മുടെ റൈസിൻസ്, അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ലെയറിൽ ഞാൻ റൈസിൻസ് ഇടാൻ വിട്ടുപോയിട്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ധൃതി കൂട്ടിയിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. പിന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടക്കറിയിൽ നിന്ന് 2 മുട്ട വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ സൈഡിലാണ് മുട്ട വയ്ക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ 2 സൈഡിലും ഓരോ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. മേളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബീഫൊക്കെ ഇട്ട് കൊടുത്താലാണ് ആ ഒരു കൊതി വരുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ബീഫ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ റൈസിൻസൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, നമുക്ക് ഫ്രഷായിട്ട് മല്ലിയില ഇടായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ. വീണ്ടും നമ്മുടെ പുതിനയിലയും. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? നല്ല അടിപൊളി ലുക്കില്ലേ? ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു അലുമിനിയം ഫോയിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും മേളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരുപാട് ഒഴിക്കണ്ട. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ, കുറച്ച് ഡ്രോപ്സ് മാത്രം. അധികം ആവണ്ടല്ലോ, ബീഫും പൊറോട്ടയും എല്ലാം കൂടി അധികം ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഈ ചട്ടി ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മുടെ ചട്ടിക്ക് ഇത്തിരി വലിപ്പം കൂടുതലാണ്, അലുമിനിയം ഫോയിലിൻ്റെ വലിപ്പത്തിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. എങ്കിലും നന്നായിട്ട് കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബർണറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ചെറിയ ബർണറിൽ തന്നെ വയ്ക്കണം, വലിയ ബർണറിൽ വയ്ക്കരുത്, പൊറോട്ടയുടെ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് കത്തിക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ബർണറിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ആദ്യം ചൂടായി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയ ബർണറായിരിക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റൗവിലുള്ളതിൽ ഏറ്റവും ചെറിയ ബർണർ, അതിൽ 5 മിനിറ്റ് നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചട്ടിയിലേക്ക് ചൂട് വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫ്ലെയിം കുറച്ച് 10 മിനിറ്റും കൂടി വയ്ക്കുക. ടോട്ടൽ 15 മിനിറ്റാണ് നമ്മുടെ കുക്കിംഗ് ടൈം വരുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന പൊറോട്ടയുടെ എണ്ണവും ലെയറുകളുടെ എണ്ണം അനുസരിച്ചിട്ട് ടൈം കൂടുതലെടുക്കുക. ഇപ്പോൾ 8 പൊറോട്ട എടുക്കുകയാണെങ്കിൽ ഒരു 17 മിനിറ്റ് എടുക്കും, 10 പൊറോട്ട ആണെങ്കിൽ 20 മിനിറ്റ് എടുക്കും. അതുപോലെ നമ്മൾ ടൈം കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. പിന്നെ അലുമിനിയം ഫോയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ സൈഡ് ഒരുപാട് അടിയിലേക്ക് ആയി പോകരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് മാക്സിമം ഒതുക്കി വയ്ക്കുക. ഒട്ടും തന്നെ ചൂട് വരാത്ത രീതിയിൽ, തീ ഇങ്ങോട്ട് വരാത്ത രീതിയിലാക്കി വയ്ക്കുക. അപ്പോൾ ഇനി ഇത് ചൂടായി
15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പൊറോട്ട ദം ചെയ്യാൻ വെച്ചിട്ട് ഈ 15 മിനിറ്റ് ആയി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അലുമിനിയം ഫോയിൽ തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊള്ളി പോവും കൈ ഇങ്ങനെ ചൂടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിത് തുറക്കാം. അപ്പോൾ ചൂടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടിൽ വെച്ചിട്ട് ശരി. അപ്പോൾ അലുമിനിയം ഫോയിൽ അപ്പോൾ അലുമിനിയം ഫോയിലിന് മുകളിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ കൊള്ളൂ കേട്ടോ. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഉള്ളിൽ നിന്ന്. അപ്പോൾ നമുക്ക് പൊറോട്ട തുറക്കാം എന്നല്ല, നമ്മുടെ അലുമിനിയം ഫോയിൽ മാറ്റാം. അപ്പോൾ ഞാൻ മാറ്റി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ചൂടാണ്. ആവിയൊക്കെ പൊങ്ങി നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട്. ആവി വരുന്നത് കാണുന്നുണ്ടോ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെയും മുട്ടക്കറിയുടെ ഗ്രേവിയുടെയും എല്ലാം ചേർന്ന് നല്ല മണം വരുന്നുണ്ട്. നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്രസൻറ്റ് ചെയ്യാം. ഈ മുട്ടയൊന്ന് മുറിച്ച് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യാം ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ. നമ്മുടെ മല്ലിയിലൊക്കെ ഒരുപാട് വാടിയിട്ടില്ല, പക്ഷേ ഇത് പുതിനയില ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റിന് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദം പൊറോട്ടയുടെ പരിപാടി. വളരെ ഈസി അല്ലേ? വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ബീഫ് ഉണ്ടാക്കുന്ന ദിവസം, ബീഫ് റോസ്റ്റോ ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് ഗ്രേവിയോടുകൂടി ആദ്യം ഉണ്ടാക്കുക, പിന്നെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയും കിട്ടും, കുറച്ച് ബീഫ് ഫ്രൈയും കിട്ടും. അത് ഉപയോഗിച്ചിട്ട് കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീറ്റ് പൊറോട്ടയും നമ്മുടെ മൈദയുടെ പൊറോട്ടയും നൂൽ പൊറോട്ടയും എല്ലാ പൊറോട്ടയുടെയും വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ. അതെല്ലാവരും മറക്കാതെ കാണണം. അപ്പോൾ ബീഫ് ഫ്രൈയുടെയും ബീഫ് റോസ്റ്റിൻ്റെയും ബീഫ് വരട്ടിയതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഏതൊക്കെയാണ്, അതെങ്ങനെ ഏത് റെസിപ്പി വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് വെറൈറ്റി റെസിപ്പികളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.